So let's prepare to hear God's word, and I invite Muthu Cheda. Let's welcome Muthu Cheda as he's going to bring the word, and Pradeep is going to translate. Good morning, church. ചർച്ചിനെ നമസ്കാരം. Thank you. നമുക്കറിയാം നമ്മളെ ഒരു ലൂക്കോസ് സുവിശേഷത്തിന്റെ ഒരു കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മളായിരിക്കുന്നത്. So we know that we are going through the Gospel of Luke continuously. ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻസുകളൊക്കെ വിജയങ്ങൾ വളരെ മനോഹരമായി കൊടുത്തിരുന്നു. So when we started this study about the Gospel of Lucas, a very good introduction was given by Uncle Vijay. എന്തായാലും നമ്മൾ ഒരു 10 അധ്യായങ്ങൾ വരെ 10 ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. Anyway, we have completed 10 chapters. 11 മുതലുള്ള അധ്യായങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. So now we are going to go through chapters 11 and further. ഇനി ഏതായാലും ഒരു 11, 12, 13, 14 4 അധ്യായങ്ങൾ വരെ നമ്മൾ നോക്കാൻ പോവാം. Today we will go through chapters 11, 12, 13 and 14. നമുക്ക് നന്നായിട്ട് അറിയാം ഈ ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണ് ലൂക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. We know that this Gospel of Luke is it's starting in a very beautiful way. അതെ, നമുക്ക് അല്ലെ മറ്റുള്ള സുവിശേഷങ്ങളിൽ വളരെ വ്യത്യാസമാണ് ലൂക്കോസിന്റെ സുവിശേഷം. So the Gospel of Luke is very different from other Gospels. പ്രത്യേകിച്ച് അത് വിജയങ്ങൾ പറഞ്ഞായിരുന്നു, ഒരു ആൾക്ക് വേണ്ടി എഴുതിയ ഒരു ലുക്ക് എഴുതുന്നത് ഒരു പ്രത്യേകമായ ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. So as Vijayangal told, this Gospel of Luke, it looks like it has been written for one particular person. ഒരാൾക്ക് വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ, ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം എഴുതുമ്പോൾ പക്ഷെ അത്രയും ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അതത് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ച് അതിൻ്റെ വളരെ അതിന് വ്യക്തമായിട്ട് അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So if you look in this, we know that Luke has done a lot of work, and he has gone and done a lot of reference and put in a lot of effort to make this very clear and very transparent sort of a ഒന്ന് gospel. ചിന്തിച്ചു നോക്കിക്കേ, ഇത് അല്ലേ ഇന്നത്തെ കാലത്തല്ല, ഇന്നാണെങ്കിൽ ഒരുപാട് നമുക്ക് ബുക്സുകൾ റെഫറൻസുകൾ അല്ലെങ്കിൽ അല്ലെ ഇപ്പം മീഡിയ ഇതുപോലെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇന്റർനെറ്റും എല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. Today we have time when we have a lot of materials to refer, we have books, we have libraries, we can go to the internet and all those things, but those times it was very difficult to do some reference. ഈവൻ ട്രാവലിംഗ് പോലും അല്ലേ, ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെങ്കിൽ പോലും അത്ര നിസ്സാരമല്ല. Even to travel from one place to another, it was very difficult. ബട്ട് ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടന്ന കാര്യങ്ങളല്ല, അവിടെ പല സ്ഥലങ്ങളിലെ പല ഇടങ്ങളിലേക്ക് കടന്നുപോയി അവിടുത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ചോദിച്ച് അവിടെ കൂടെ താമസിച്ച് ആയിരിക്കും ഇതെല്ലാം അദ്ദേഹം എഴുതിയത്. So whatever is the incidents in this gospel, it is not something that has happened exactly in one place. It must be in surrounding areas. So Luke has gone to different these surrounding areas, and he has done an investigation and an inquiry into what has really happened, and he has put a lot of work to bring all this information. അപ്പൊ അതിനെ ആ ഒരു അർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ ഒരു മനസ്സിൽ നിന്നുണ്ട് അല്ലെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എഴുതപ്പെടുവാണെങ്കിൽ അത് എത്ര കാര്യമായിരിക്കും. So you think in that way, if it was done like this with a lot of effort, with a lot of reference and investigation, so how great whatever is presented in this will be. ഒരുപാട് ഒരു കാര്യം കൂടി, അതിൽ എഴുതാനുള്ള പേന അല്ലെ, ഇന്ന് നമുക്ക് ഈസിയാ, എവിടെയെങ്കിലും പോയാൽ ഒരു 5 രൂപ കൊടുത്താൽ 10 രൂപ കൊടുത്താൽ പേന കിട്ടും അല്ലെ, ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കളയാം. പക്ഷെ അന്ന് അത് ഉപയോഗിക്കാനായിട്ട് മഷി പോലും അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല. So one thing we should remember is that today it's very easy to find a pen and write something, but in those days to even find ink to write this gospel was very difficult. അതുപോലെ പേപ്പർ തന്നെ, ഒരു പേപ്പർ തന്നെ അല്ലേ 50 പൈസ അല്ലെ 10 പൈസ കൊടുത്താൽ പേപ്പർ ഈസി ആയിട്ട് കിട്ടും. എത്ര പുസ്തകങ്ങൾ കിട്ടും അല്ലെ, നമുക്ക് നിസ്സാരമായിട്ട് ചില സമയങ്ങളിൽ കീറിക്കളയാറുണ്ട് അല്ലെ. ഞാൻ ചിലപ്പോൾ ഓഫീസിൽ അങ്ങനെ ആയിരിക്കും അല്ലെ, ആവശ്യമില്ലാത്തത് അല്ലെ വേണ്ടാത്തത് എല്ലാം അല്ലെ ഒരു മാസം കൂടുമ്പോൾ ഞാനിങ്ങനെ കീറിക്കളയും. ആ സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ അല്ലെ, അവർക്ക് പേപ്പറുകളില്ല, മഷിയില്ല, അത് അത്രയും അത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, അത് നല്ല ചിലവുണ്ട് അല്ലെ, ഒരു 5 രൂപ കൊടുത്താൽ അവന് കിട്ടത്തില്ല. So
So these days it's very easy for us to find paper, and we normally waste a lot of paper. But at that time it was very, very expensive to find these scrolls and all those things. So it is a really expensive endeavor here to even write that gospel. ഞാനിത് പറയാൻ കാരണം തന്നെ അറിയാം, അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്രയും പ്രയാസത്തോടെ കളക്ട് ചെയ്ത് അത് വളരെ ക്രമമായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി ഈ പേപ്പറുകളൊക്കെ എന്തെങ്കിലും ചെറിയൊരു വെള്ളം എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പല കഷ്ടപ്പാടുകളിലൂടെ ഇത് ഉപയോഗിച്ച് അത് ഉണ്ടാക്കിയ ആ പുസ്തകം ഇന്ന് നമുക്ക് ബൈബിളായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. So what I want to reiterate here is that there was a lot of effort taken, there was a lot of expense taken to write these scrolls, and because it was done with such love and such effort, we have that as a gospel, as a book in our Bible. പക്ഷെ നമ്മളത് എന്തുമാത്രം സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അദ്ദേഹം പോയി കണ്ടുപിടിച്ച് ആ ആളുകളോട് തന്നെ ചോദിച്ച്, ചിലപ്പോൾ മാത്രമല്ല ഇതിൽ യേശുവിൻ്റെ അമ്മ മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, യോഹന്നാൻ്റെ അതിനെപ്പറ്റിയൊക്കെ വളരെ ക്ലിയറായിട്ട് ക്ലാരിറ്റായിട്ട് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നു മാതാവിനോട് തന്നെ ചോദിച്ചതാണ്. Yeah, so even though this is a blessing for us, we have to think how seriously we are taking this gospel. Especially Luke, he has went to many places, he has done a lot of investigation and inquiry. Even he probably would have gone to the mother of Jesus and got a lot of information from her. So there is a lot of first hand information in this. സോ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്കത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. So do we have that kind of seriousness and that kind of an attitude when we read this gospel? So I just want to encourage you to have a very serious attitude in this, and I'll start. ഓക്കെ, എനിവേ നമ്മൾ 10 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 11 മുതലുള്ള അധ്യായങ്ങളിലേക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം. So we have completed 10 chapters, and we are going to start from chapter 11 onwards. എന്നാൽ മുൻ അധ്യായങ്ങളിൽ ഈ 10 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നാനം, യേശുവിൻ്റെ ജനനം, സ്നാനം, യേശുവിൻ്റെ ആ ശുശ്രൂഷകളുടെ ആരംഭകാലങ്ങൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു. So if we look at the previous chapters, we know a lot about the early life of Jesus Christ. That is his birth, his baptism, his early ministry, all those things are there. അവർ നോക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് യേശു പോകുന്നിടങ്ങളിലൊക്കെ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് രോഗങ്ങൾ സൗഖ്യമാക്കി കൊടുക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെയുള്ള ഒരു മിനിസ്ട്രിയാണ് നമ്മൾ കാണുന്നത്. So when we look at that, we see that wherever Jesus goes, he will give advice to people, and he will do a lot of things for the people. He will exorcise some people from the demons, and he will sometimes do miracles, he will do some healing. So these are the things we see there. അതുപോലെ ആളുകളോട് സംസാരിക്കുകയും അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസത്തെ അവരെ എക്സോൾട്ട് ചെയ്യുന്നു, അല്ലെ? അവരോട് നിന്റെ വിശ്വാസം വലുത്, അയ്യോ ഇത് എത്ര വലിയ വിശ്വാസം, ഇവരെത്ര വലിയ എന്ന് അവരെ പുകഴ്ത്തുകയും അവരെ ആ ഒരു രീതിയിലുള്ള ഒരു ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. So when we see the ministry of Jesus, we see that whenever he gives advice, he speaks to the multitude. He is always encouraging them, he is always exalting whatever belief they have, and he is trying to make it stronger and stronger. ഈ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അധികാരം യേശു കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഉപദേശം നമ്മൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ എങ്ങനെയായിരിക്കണം, ഓരോ കാര്യങ്ങളും അവരെ പഠിപ്പിക്കും. വളരെ സ്നേഹത്തോടും അവരെ ഇടപെടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. So by doing all these miracles, by healing the healing of all the illnesses, and by feeding a lot of people with food that was very less, we are seeing that Jesus Christ is exercising his heavenly authority, and at the same time he is advising and exalting people to strengthen their faith. എന്നാൽ ഈ 11 അധ്യായം തൊട്ട് യേശു തൻ്റെ ഉപദേശങ്ങൾ, ടീച്ചിങ്സ് എല്ലാം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പറയുന്നതായിട്ട് കാണാം. But we see from chapter 11 onwards, Jesus is taking a little bit different approach. He is starting to make his advice more and more serious. നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 10 അധ്യായങ്ങളും അല്ലെ, നമ്മൾ ഈ സീരീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ 11 അധ്യായം തൊട്ട് യേശുവിൻ്റെ ആ ടീച്ചിങ്സുകൾ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് അല്ലെ, അവർ വരുന്നവരോട് വാർണിംഗ് ചെയ്യുന്ന രീതിയിൽ അവരെ വഴക്ക് പറയുക കർത്താവ്, അല്ലെ? യേശുവിൻ്റെ ആ ടോൺ അങ്ങ് മാറുക. 10 അധ്യായം വരെ കർത്താവ് വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും അവരോട് വളരെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ
ആര് വിളിച്ചാലും പോകുന്നുണ്ട് അവിടെ, അല്ലെ? ഒരുവൻ വന്ന് വിളിക്കുന്നു, കർത്താവേ എൻ്റെ വീട് വരെ വരാവോ? ഓക്കെ, ഞാൻ വരാം, അവളോടെ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും യേശു അവിടെ ആയിരിക്കും. പക്ഷേ ഇവിടം തൊട്ട് 11-ാം അധ്യായം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ സ്റ്റൈൽ, അല്ലെ, യേശുവിൻ്റെ രീതി അതിന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. So if you see until chapter 10, we see that the message of Jesus was very simple and gentle. Okay, somebody calls him for going to the house for performing a healing, he will just go there, and he is very positive and upbeat about that thing. But when we come to chapter 11 and henceforth, we see that his tone takes a different shade. Now he is speaking in a very much more authoritative manner. He is giving a sort of warning, and he is being much more serious about the consequences of sin. മാത്രമല്ല അതിൻ്റെ അത്രയും ആഴമായ ടീച്ചിങ്സ്, വളരെ ശക്തമായ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാൻ ശ്രദ്ധിക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So when we read through chapter 11 and afterwards, we see that he is going a little bit more depth into the scriptures, and it is becoming much more serious henceforth. എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ട് കർത്താവ് ഇതിൽ ഈ അധ്യായം മുതൽ ഇങ്ങനെ സീരിയസ് ആയി തുടങ്ങുന്നു, അല്ലേ? വഴക്ക് പറയാനുള്ള രീതിയിൽ അത്രയും വളരെ കാര്യമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നു എന്ന് പറയാൻ കാരണം തന്നെ അറിയാമോ? യേശുവിൻ്റെ യാത്രകൾ ഇനി നേരെ യെരുശലേമിലേക്ക് നോക്കി പോവുക. അവിടെ ഇവിടുമായിട്ട് എല്ലായിടത്തും കറങ്ങി, പല സ്ഥലങ്ങളിലേക്ക് പോയി. ആര് വിളിച്ചാലും അവിടെ പോകും, ഇവിടെ പോകും. പോകുന്ന വഴിയിൽ സൗഖ്യം, അല്ലേ? എവിടെ പോകുന്ന അവിടെ പോയി താമസിക്കുന്നു, അവരുടെ കൂടെ ഇരിക്കുന്നു. പക്ഷേ ഇവിടെ യേശുവിൻ്റെ യാത്ര യെരുശലേമിലേക്ക് നോക്കി പോവുക. യെരുശലേം എന്ന് പറയുമ്പോൾ അവിടെ യേശുവിൻ്റെ അവസാന സമയമാണ്, അല്ലെ? അതിൻ്റെതായ യേശു മരിക്കാൻ പോകുന്നു, അതിനുള്ള കാലം, അതിനുള്ള സമയമായി. ഇനിയും ആളുകൾ വ്യക്തമായ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ആ ഒരു അർത്ഥത്തിൽ കർത്താവ് ഇവിടെ നിന്ന് ഒരു പുതിയ ഒരു അധ്യായം 11-ാം അധ്യായം മുതൽ തുടങ്ങുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. So if you see, up until then, Jesus was like a very happy-go-lucky kind of a teacher. He used to go wherever people called him, from one place to another place. But after chapter 11, he takes a different tone. And that is because he has the realization that it's not all over the place that he has to go, but he has to now go to Jerusalem. And he has a specific time. And within that time, he has to give out all this advice, which is very serious. So അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് അതിൻ്റെ മുമ്പുള്ള ആ സ്ലൈഡ്, അതിനകത്തെ ഇൻട്രൊഡക്ഷനിൽ അവിടെ ഞാൻ പറയും വാക്കിംഗ് വിത്ത് ജീസസ് ടുവേർഡ് ജെറുസലേം. യെരുശലേമിലേക്ക് നോക്കി യേശുവിൻ്റെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുക, അല്ലേ? യെരുശലേം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കുരിശിലേക്ക് പോവുക, മരിക്കാൻ പോവുക. കർത്താവ് വന്നതിൻ്റെ ദൗത്യം, അതിലേക്ക് കർത്താവ് പോകുന്ന യാത്രയാണ്. ആ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. So we can look at this as Jesus is taking a journey towards Jerusalem, and as disciples we are walking along with him and we are hearing from him. So നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ? So are you ready to travel with Jesus and me? ഈ ടീച്ചിങ്സിലൂടെ, അല്ലേ? യേശുവിൻ്റെ കൂടെ പോയി മരിക്കാനല്ല, അല്ലേ? നമ്മൾ ഇതിൻ്റെ ടീച്ചിങ്സിൽ ഇതിൻ്റെ കാര്യങ്ങൾ യേശു പഠിപ്പിച്ചു, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അധ്യായങ്ങൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ചുമ്മാ ഒരു 10 പേർ 50 പേർ 100 പേർ ഉണ്ടായിരുന്നു എന്നല്ല. അവിടെ ആയിരം ആളുകൾ യേശുവിന്, വലിയൊരു പുരുഷാരം, വലിയൊരു കൂട്ടം ആളുകളാണ് യേശുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും യേശുവിൻ്റെ ഉപദേശം കേൾക്കുകയും ചെയ്തത്. So are you ready to travel with me and see? Because it's not like previously where he used to give messages to a lot of multitude of people. അതെ, ഇഷ്ടംപോലെ നിങ്ങൾ വായിച്ചാൽ അങ്ങനെ അല്ലോ, വലിയൊരു പുരുഷാരം പറയാൻ 5000 ആളുകളാണ് അതിൻ്റെ കണക്ക്. So if you read through, you can see that there are multitude of people, like around 5000 people in the stage. അതിന്റെ കൂടുതൽ അല്ലേ, 5000 കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലേ? ഒരു സ്ഥലത്ത് പറയുന്ന 1000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. In some places it said that there are thousands and thousands of people. പക്ഷെ ഒരിക്കലും കർത്താവ് ആ വലിയ കൂട്ടത്തോട്, ആ ക്രൗഡിനോട്, അല്ലെ, വലിയ ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ കർത്താവ് വലിയ താല്പര്യമില്ലായിരുന്നു. So but Jesus was probably not very interested in talking to such a big multitude of people. പലപ്പോഴും നമ്മൾ കാണുന്നത് യേശു കർത്താവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാർ, തന്നെ ശരിക്കും ഫോളോ ചെയ്യുന്നവർ, അവരോടാണ് കൂടുതലും സംസാരിക്കുന്നതായിട്ട് കാണാൻ നമ്മൾ സാധിക്കുന്നുണ്ട്. So we observe that even though Jesus is talking to a lot of multitude of people, but the people who are actually following him, the disciples, these are the people who Jesus talks to on a much deeper level. അവരോട് കൂടുതലും കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ, അല്ലെ, ഉപമകളാണെങ്കിലും അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കാണിക്കുന്നുണ്ട്. യേശു കർത്താവ് തിരിഞ്ഞ് അവരോട് സംസാരിച്ചു.
യേശു കർത്താവ് ഇങ്ങോട്ട് നോക്കി അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. So it is not to the multitudes but the disciples who actually follow him that Jesus is actually revealing these mysteries. മുന്നിലും പിന്നിലും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പലരും ഓടി വന്ന് യേശുവിനെ കാണാനും നോക്കാനും ഒക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ യേശുവിന് അത്ര വലിയ അവരോട് സംസാരിക്കുന്ന വലിയ താല്പര്യമില്ല. So there are a lot of people in and around Jesus. There's a big fan base around him, but Jesus is not interested much in them. He is interested in the real disciples. അതാ ഞാൻ പറയൽ തന്റെ കൂടെ ഇരുന്നവരോട് വളരെ ഷാർപ്പായിട്ട് വളരെ വ്യക്തമായിട്ട് അതിന്റെ ആഴങ്ങൾ കർത്താവ് അവരോട് പഠിപ്പിക്കാൻ തുടങ്ങിയുള്ളൂ. So whoever was nearer to God, nearer to Jesus, he revealed the mystery of the heaven to them. ഓക്കെ, നമ്മളിപ്പം ഈ 4 അധ്യായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, 11, 12, 13, 14. അതിൻ്റെതായ അതിൽ നിന്ന് ചില കാര്യങ്ങൾ അത് എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്, അത് എന്താണുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോവാം. Okay, so now we have 4 chapters ahead of us, 11, 12, 13 and 14. So we are going to go through those chapters and we'll try to understand what is being said there. നിങ്ങൾ വായിച്ചിട്ട് വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. So I hope you have gone through those chapters. വായിച്ചതെന്ന് ചോദിക്കുന്നില്ല, പക്ഷെ വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So I'm just believing you have all read that. എന്തായാലും ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം, അതിന്റെ വിഷയങ്ങൾ ഞാൻ പറയാം, എന്താണുള്ളത് 4 അധ്യായത്തിലെ സംഭവങ്ങൾ എന്താണുള്ളതിനെ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. So I'll just concisely tell you what is there in these 4 chapters. അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെ, യേശു കർത്താവ് എപ്പോഴും സ്വർഗരാജ്യത്തിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. So if we pay attention, we notice that Jesus Christ always talks about the kingdom of heaven. ആ ഒരു മനോഭാവത്തിൽ ഒരു സ്വർഗരാജ്യം എന്നുള്ള അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ള ആ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും സംസാരിക്കുകയും അതിന്റെ സ്റ്റാൻഡേർഡ് അല്ലെ അതിൻ്റെതായ ആ ഗൗരവത്തോടെയാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. So Jesus is always speaking in context of the kingdom of heaven or the kingdom of God, and everything he teaches is actually coming back to this. ഞാൻ ഒരു ചെറുതായിട്ട് ഈ 4 അധ്യായങ്ങളുള്ള കാര്യങ്ങൾ നമുക്ക് ഓടിച്ചിട്ടുകൊണ്ട് നോക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So let us just go through quickly some things from these 4 chapters. ഈ 11 അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ, പ്രാർത്ഥനയോട് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. So chapter 11 starts with prayer. അല്ലെ, യേശുവിനോട് വന്ന് ഒരു ശിഷ്യൻ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ചോദിക്കുന്നു, അതിനെപ്പറ്റി പറയുന്നുണ്ട്. So one of the disciples comes and asks Jesus, how should we pray? And Jesus is teaching them to pray. ഈ സ്ലൈഡ് ഇപ്പൊ ഇടണ്ട, അത് നമുക്ക് പിന്നീട് അതിന്റെ ഹെഡിങ് പറഞ്ഞു. അപ്പം അവിടെ അല്ലെ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഒരു സ്നേഹിതൻ വന്നിട്ട് മറ്റൊരു സ്നേഹിതനോട് അപ്പം ചോദിക്കുക, 3 അപ്പം തരണമെന്ന് ചോദിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. Okay, so this chapter starts off with how to do a prayer, and then it goes on to an incident wherein one friend comes and asks another friend for 3 loaves of bread. അതെ, അവിടെ പറയുന്നുണ്ട് കർത്താവ് അതിന്റെ ആ പ്രാർത്ഥനയുടെ ഭാഗങ്ങളായിട്ടാണ് അത് പറയുന്നത്. നമ്മൾ ചോദിക്കുക അല്ലെ, നമ്മൾ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ആസ്ക്, സീക്ക് ആൻഡ് നോക്ക് അല്ലെ, മുട്ടുവിൻ എന്നുള്ള രീതിയിൽ കർത്താവ് അതിനെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. So we see that God compares prayer to something like asking, seeking and knocking. അവർക്ക് മാത്രമല്ല, അവർക്കൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകുന്നത് അല്ലെ, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ എന്തുവാ അല്ലെ അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കുമെന്നുള്ള ഒരു വലിയൊരു വാഗ്ദാനവും നൽകുന്നുണ്ട്. So in this God is giving an assurance that if you seek you will get. അതോടൊപ്പം തന്നെ അത് പറഞ്ഞതിന് ശേഷം തന്നെ കർത്താവ് അവിടെ പറയുന്നുണ്ട് വേറൊരു കാര്യം കൂടി അവർക്ക് പറയുകയാണ് അല്ലെ, അവർക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അവർക്ക് അല്ലെ നൽകുമെന്ന്, ഏറ്റവും ഉന്നതമായ ഒരു ഗിഫ്റ്റ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം വീണ്ടും തുടങ്ങുന്നത്. And at the end of all these things Jesus gives a promise that a big gift will be given to ഈ them. പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് ഇതെല്ലാം പറയുന്നത്. So എന്തായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗിഫ്റ്റ്? So he talks about about all these things in the prayer. And do you know what this big gift is? പരിശുദ്ധാത്മാവ് അല്ലേ, It's the Holy Spirit. ചോദിക്കുന്ന ആർക്കും അല്ലെ ദൈവം പരിശുദ്ധാത്മാവിനെ ഏറ്റവും അധികമായി നൽകുമെന്ന് പറയുന്നു. Whoever asks for the Holy Spirit, God will give it in abundance. പിന്നെ അതേ അധ്യായത്തിൽ തന്നെ അല്ലെ 14 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട് ബെൽസെബൂലിനെ പറ്റി അവിടെ പറയുന്നു അല്ലെ, യേശു ഒരു അത്ഭുതം ചെയ്തു, ഒരു സൗഖ്യമായപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും പറഞ്ഞു ഇവൻ ബെൽസെബൂലിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. So in chapter 14 and all we see an incident wherein Jesus actually drives out some demons from a person, and the people surrounding them they'll say he is driving out these demons by the authority of Beelzebub. ബട്ട് കർത്താവ് പറയുന്നുണ്ട് താൻ എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് പറയും അല്ലെ, ദൈവത്തിന്റെ വിരലുകൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. But Jesus says I am not driving out these demons through another demon but through the power of
Father Almighty. അത് കഴിഞ്ഞ് കർത്താവ് വേറെ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അല്ലെ, അവർ ചോദിച്ച കാര്യങ്ങൾ, അല്ലെ, അവർക്ക് അടയാളം ചോദിക്കുന്നു, അല്ലെ, എന്തെങ്കിലും അടയാളം, നീയാണ് ദൈവത്തിന്റെ മകൻ എന്നുള്ളതിന്റെ അടയാളം, നീ ഇത് ചെയ്യാനുള്ള അധികാരം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ കാര്യമാണ്, യോനായുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം നിങ്ങൾക്കില്ല എന്ന് പറയുന്നത്. So we see that these people, they ask Jesus for a sign as to is he God, is he the Son of God. So Jesus tells them that I can only give you the sign of Jonah. അതും അങ്ങനെ പറഞ്ഞു, അല്ലെ. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, യോനായേക്കാളും വലിയവനായ ദൈവം ഇവിടെയുണ്ട്. സോളമനെ പറ്റി പറയുന്നുണ്ട്, അല്ലെ, സോളമന്റെ കാലത്ത് നടന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് എന്നിട്ട് പറയും, സോളമനേക്കാളും വലിയവനായവൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. So Jesus speaks about Jonah and says that he who is here is bigger than Jonah. Then he speaks about Solomon and he says that he who is here is bigger than Solomon. അത് കഴിഞ്ഞ് അവിടെ പറയുന്നുണ്ട്, ശരീരത്തിന്റെ ഒരു വിളക്ക്, അല്ലെ, നമ്മളെ കണ്ണ്, അല്ലെ, അവിടെ പറയുന്നുണ്ട് ശരീരത്തിന്റെ വിളക്ക്, ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണായിരിക്കണം, കണ്ണ് ചുവള്ളതായിരിക്കണം, അത് വെളിച്ചമുള്ളതായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നു. So God also talks that in our body, the light of our body is eyes, and our eyes should be good, should see good things. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന പരീശന്മാരെ ശാസിക്കുന്നത്, വഴക്ക് പറയുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. So then we see after that he is actually rebuking all these Pharisees. അവര് ആക്ച്വലി അവിടെ വരുമ്പോൾ ഒരു സ്ഥലത്തേക്ക് യേശു അവിടെ പോകുമ്പോൾ, ഡിന്നറിന് എന്തോ പോകുമ്പോൾ, അവിടെ പോകുമ്പോൾ എന്തില്ല, കുളിച്ചില്ല. Okay, so Jesus was going along with his disciples to some place to have a dinner, but they hadn't taken any bath. അവര് യേശുവിന് വഴക്ക് പറയുന്നു, അല്ലെ, അങ്ങനെയുള്ള കാര്യം. പക്ഷെ അവരോട് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, നമ്മളെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി. അല്ലെ, പുറമേ ഉള്ള, അല്ലെ, ഒരു വിശുദ്ധിയല്ല, അകത്തായിരിക്കണം വിശുദ്ധി എന്നുള്ളതിനെ പറ്റി പറയും, അല്ലെ. പാത്രം നമ്മൾ കഴുകുമ്പോൾ പുറത്ത് മാത്രം കഴുകിയാൽ എന്ത് പ്രയോജനം, അല്ലെ, അകത്ത് കഴുകുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള വൃത്തിയിരിക്കുന്നത്, വിശുദ്ധിയിരിക്കുന്നത് പറയാം. So these Pharisees, they pull Jesus about not taking a bath while going for a dinner. But Jesus here turns around and tells them it is not about the dirt that is outside, but about the dirt that is inside. So അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, സാബത്ത്, ഈ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് കർത്താവ് അതുവരെ ശാസിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് ആ അധ്യായത്തിൽ. So we see that these Pharisees, they are giving more importance to Sabbath and legalistic things like this. അതുപോലെ തന്നെ And Jesus is rebuking them for that. അതുപോലെ കൊടുക്കുന്ന കാര്യത്തെ പറ്റി, അല്ലെ, അതിനെ പറ്റിയും കർത്താവ് അവരോട് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ കൊടുക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി. So even regarding tithing, Jesus is advising them how to do it in a rightful manner. അവസാനം കർത്താവ് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോൾ, അവരെ വഴക്ക് പറയുമ്പോൾ, അവിടെ ഇരിക്കുന്ന ഈ പരീശന്മാരും വലിയ പ്രമാണികളും അവരെല്ലാം യേശുവിനോട് പറയും, നീ ഞങ്ങളെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ആളുകളുടെ മുമ്പിൽ ഞങ്ങളെ അപമാനിച്ചു എന്ന് പറയും. So when Jesus rebukes all these Pharisees, the Pharisees talk back and they say that, okay, you are insulting us in front of all these people. But യേശു കർത്താവ് അവർക്ക് അതിനുള്ള എല്ലാ മറുപടികളും കൊടുത്തുകൊണ്ടാണ് ഈ 11 അധ്യായം തീരുന്നത്. So but whatever is their question, Jesus will answer all their queries at the end of the chapter. 12 അധ്യായം തുടങ്ങുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, അവിടെ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് അവരെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ചില കാര്യങ്ങൾ അവർക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്, മുന്നറിയിപ്പ് പോലെ. So in the 12th chapter we see that Jesus, as he was teaching his disciples, through those teachings he is also giving them warnings. ഈ 12 അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായി എടുത്തടിച്ച് തന്നെ, അല്ലേ, അല്ലെങ്കിൽ വളരെ ഒരു സൈലന്റ് ആയിട്ടോ അല്ല മാറ്റിയിരുത്തിക്കൊണ്ടോ അല്ല പറയുന്നത്, മുഖത്ത് നോക്കി തന്നെ, പരീശന്മാരെ നോക്കിക്കൊണ്ട് തന്നെ അവരുടെ കപടഭക്തിയെ വളരെ വ്യക്തമായി ശാസിച്ചുകൊണ്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So in this 12th chapter we see that Jesus is not being very diplomatic here. He is very direct when he is rebuking the Pharisees, and he is openly talking about the hypocrisy. മാത്രമല്ല അവർക്ക്, അല്ലെ, അവരുടെ ദ്രവ്യാഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുത്തൻ വന്ന് ചോദിക്കുക, യേശുവേ എൻ്റെ വസ്തുവകയെല്ലാം ഒന്ന് എന്ത് ചെയ്യുന്നു, ഒരു പകുതി എന്താണ് വീതിച്ചു തരണം, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കാര്യം. കർത്താവ് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഇതിനു വേണ്ടിയാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലെ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, നിന്റെ സ്വന്തം കാര്യങ്ങൾ, നിന്റെ അപ്പനും അമ്മയും തമ്മിലുള്ള കാര്യങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ, സ്വത്ത് തർക്കം, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ, അതിനല്ല ഞാൻ വന്നത്, അതല്ല എൻ്റെ ഉദ്ദേശം, അല്ലെ, അവരോട് വഴക്ക് പറയും, എടുത്തു തന്നെ യേശു പറയുന്നുണ്ട്. So one person came and asked Jesus to mediate in a property dispute. So Jesus said, why are you asking me to do this? I have not come here for all these things. I have come here for something much higher. അങ്ങനെയുള്ള കാര്യം. അത് മാത്രമല്ല, അത് പറഞ്ഞു കഴിഞ്ഞിട്ട്
ഒരു ഉപമയും പറഞ്ഞു കൊടുക്കുന്നു അവരോട്. അവർക്കൊരു കഥ അല്ലെ, അതിന് ഒരു എക്സാമ്പിൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നു, വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. So not only just Jesus say this, but then he uses a parable to make them understand what they need to do. ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നു, ഒരുപാട് വിളവ് കിട്ടി, ധാരാളം അവന് വരുമാനം ഉണ്ടായി. So there's a man who had a big harvest. അപ്പൊ അതും പറഞ്ഞ അടുത്ത ഉടനെ അവൻ ചിന്തിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ആ സൂക്ഷിച്ചു വെക്കുന്ന ആ സ്ഥലം അത് അല്ലെ, അതിനെ പൊട്ടിക്കുകയാണുള്ളത് അല്ലെ, അതിനെ പൊട്ടിച്ചിട്ട് ഇനി പുതിയത് ഉണ്ടാക്കി അതിനേക്കാളും വലുതുണ്ടാക്കി ഞാൻ അതെല്ലാം ഇതിലത്ത് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഇനി ഞാൻ സന്തോഷിച്ച് നല്ല കൂലായിട്ട് അല്ലെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്ന് അവൻ ചിന്തിക്കുന്നു. So this person, he is now thinking, because he has a big harvest, let me just break down all my small storage areas or silos and build very big silos and store this big harvest there, and then I will take rest and I'll enjoy for the rest of my life. അതിനെയും കർത്താവ് ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നു. So then Jesus says here, okay, you shouldn't be like this person. You shouldn't be someone who goes after material wealth. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ എന്തുവാ ശരിക്കും പറഞ്ഞാൽ വഴക്ക് പറയുക തന്നെയാണ്, അവരെ താക്കീത് കൊടുക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആളുകളോട് പറയുന്നത്. So Jesus likewise is actually rebuking them and warning them. മാത്രമല്ല അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയും. And after that Jesus goes ahead and says that do not worry about anything. കാരണം അവിടുന്ന് ജനങ്ങൾ അവർ എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ പാർക്കും, എന്റെ വസ്ത്രത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം, സ്വന്തം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അവർ കൂടുതൽ അന്വേഷിക്കുന്നതായിട്ട് അവർ പറയുന്നു യേശു. Because Jesus realized that people are thinking about what will I eat, what will I wear, where will I stay, and such material things. നമ്മുടെ ആരാധനയിടയിൽ വിജയങ്ങൾ ഇങ്ങനെ പറയും ചെയ്തു അല്ലെ, നമ്മൾ എന്ത് തിന്നും എങ്ങനെയല്ല നമ്മുടെ അല്ലെ ദൈവത്തിനുള്ളത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. കർത്താവ് അവസാനം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും. So God says that you first go after his kingdom and everything else will be added on to you. Actually ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിനും വിചാരപ്പെടരുതെന്ന് പറയുന്നത് ഇസ് എ കമാൻഡിങ്, ഇതൊരു കർത്താവ് ഒരു കൽപ്പന പോലെ പറയുന്നത്. So when he says that don't be anxious about anything, he is saying that as a command, it's not an advice. മനസ്സിലായ? അതൊരു അധികാരത്തോടെ പറയുകയാണ്, അത് ചെയ്യരുത്, നമ്മളത് അല്ലെ വിചാരപ്പെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. He is saying authoritatively as a command, he is saying that do not worry or be anxious. എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ വിചാരപ്പെടുന്നുണ്ട് അല്ലെ, വിചാരപ്പെടാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അല്ലെ ഒരു ദിവസം പോലും നമുക്ക് വിചാരമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? So we know that it's very difficult to live without worrying or being anxious. But വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പറയുന്നുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. But Jesus is telling here, do not be afraid or worried about it. ദൈവത്തിന് ഇതെല്ലാം അറിയാം എന്നുള്ളതാണ്. God knows what is going through. പിന്നെ അവിടെ പറയുന്നുണ്ട് നമ്മളെ അല്ലെ നമ്മൾ എങ്ങനെ ഒരുക്കമുള്ളവരായിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം, വിശ്വസ്തരായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നുണ്ട് 12-ാം അധ്യായത്തിൽ. Then it says that how we should be somebody who is not sleeping, and we should be somebody who has to have lot of faith and we should be awake. നമ്മൾ ഉണർന്നിരിക്കണം. അതായത് ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതുപോലെ ഒരു യജമാനൻ ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ട് പോവുക, അപ്പൊ ഈ യജമാനൻ തിരിച്ചു വരുന്നത് വരെ ഈ വേലക്കാരൻ അവൻ എത്രത്തോളം കണ്ണു തുറന്നിരുന്ന് അവൻ ഓരോ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നു, യജമാനന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നുണ്ട്. So Jesus gives here an example of a servant who is waiting for his master to come back. So this servant will be very alert and he will be looking out whether the master is coming, and he will be looking out for anything that needs to be done in the house. എന്നിട്ട് ആ യജമാനൻ വന്നതിന് ശേഷം അയ്യോ ദാസനെ, നീ എനിക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്നല്ലോ, കണ്ണു തുറന്നിരുന്നു, ഓക്കെ നീ പോയി റെസ്റ്റ് എടുത്തോ, നീ പോയി ഭക്ഷണം കഴിച്ചോ, നീ പോയി, അങ്ങനെയല്ല പറയുന്നത്. So when the owner comes back, he is not saying that, oh my poor servant, you have been looking out for me for so much time, okay you go and rest. He didn't say that. അവൻ എന്തായിരിക്കും വന്നിട്ട് പറയുന്നത്, ആദ്യം എനിക്ക് ഫുഡ് പോയി, ആദ്യം എനിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി താ, വെള്ളം ചൂടാക്കി താ, അല്ല എല്ലാം ക്ലിയർ ആക്കി, എല്ലാം ഭക്ഷണം അവൻ ഇരുന്ന് കഴിച്ചതിന് ശേഷം ഈ യജമാനൻ പോയി കടന്നതിന് ശേഷമായിരിക്കും ഈ ജോലിക്കാരൻ പോയി വിശ്രമിക്കാൻ പോകുന്നത്. So the master, he will say that okay, you prepare food for me, you prepare warm water for me, and only after everything is done by the master, this servant can go and rest. അങ്ങനെ ആ ഒരു ദാസൻ അവൻ അത്രത്തോളം വിശ്വസ്തതയുള്ളവനായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. So this is an example of how loyal and how
you know, how good a steward you should be as a servant. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഒരു ഡിവിഷനെ പറ്റി പറയുന്നത് അല്ലെ, അവർക്ക് അവരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റി അപ്പനും അല്ലെ മക്കളും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ അല്ലെ അവർ തമ്മിൽ ഒരു ഡിവിഷൻ ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. Then Jesus talks about a division that is going to happen between them, between the families, between mother and father, and between siblings, all those. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, അവരോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാലങ്ങളെ വിവേചിക്കാൻ അറിയുന്നുണ്ട് അല്ലെ. ഇപ്പോൾ മഴ പെയ്യും, വെയിലടിക്കും, ഇപ്പൊ ഇതെല്ലാം സംഭവിക്കും. ഇപ്പൊ യുദ്ധത്തിന്റെ കാലം അല്ലെ, യുദ്ധം അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ എയർപോർട്ടുകളും അവർ എന്ത് ചെയ്തു, അവരായിരിക്കുന്നു. ഇവിടെ വേറെ എല്ലാവരും പലരും അതിന്റെ യാത്രകൾ എല്ലാം എന്ന് പറയുന്ന പോലെ ഇതെല്ലാം നിങ്ങൾക്ക് വിവേചിക്കാനും ഇതിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. So God says that now you have the ability to predict the weather and do things accordingly. പക്ഷേ ഈ കർത്താവ് വന്നിരിക്കുന്ന ഈ കാലം, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ആയിരിക്കുന്ന ഈ കാലത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നു. But then he says that you were not able to predict that I will be born. പക്ഷേ അങ്ങനെയാണ് ഈ 12-ാം അധ്യായം തീർന്നത്. 13-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കർത്താവ് മാനസാന്തരപ്പെടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. Okay, so that is how the chapter 12 is finishes. But when we come to chapter 13, God talks about repentance. മാത്രമല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അതിനെ പറ്റിയും പറയും. And he also says what will be the consequence of not repenting. ആക്ച്വലി അവിടെ 13-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, പിലാത്തോസ് അന്നത്തെ രാജാവായിരുന്ന പിലാത്തോസ് അനേകരെ അവിടെ കൊന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. Okay, in that 13th chapter we hear that Pilatus, who was a governor at that time, he killed many people. മാത്രമല്ല യേശു കർത്താവ് തന്നെ വേറൊരു കാര്യം, അവിടെ ഒരു ഗോപുരം ഉണ്ടായിരുന്നു, സിലോഹാം എന്ന് പറഞ്ഞ ആ ഗോപുരം വീണ് 18 പേർ മരിച്ചുപോയി. അവിടെ സംഭവം ഉണ്ടായി. So Jesus also tells about an incident where there was a tower called Siloam and that tower collapsed and 18 people died as a result. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക, ഇവരെല്ലാം മരിച്ചത് അവരെന്തോ നമ്മളെക്കാളും വലിയ പാപം ചെയ്തിട്ട് അല്ലെ, എന്തോ ഒരു വലിയ തെറ്റുകുറ്റം ചെയ്തിട്ടാണ് അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു, അല്ലെങ്കിൽ ദൈവം അവരെ കൊന്നു എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നു. So Jesus says that people think that these people died because they did some big sin and the wrath of God was upon them. കർത്താവ് പറഞ്ഞു അല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അവരെ പോലെ നശിക്കുന്നു. And if you don't repent, you will also die like them. ബട്ട് നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ഊറോക്കാരെ കർത്താവ് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അല്ലെ, നമ്മൾ ഇങ്ങനെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ കുറെ കർത്താവ് വാർണിംഗ് കൊടുക്കുന്നു അല്ലെ, അവരെ താക്കീത് കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും പേടിയുണ്ടാകാം ഈ രക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ. So when we hear Jesus giving this sort of warnings, it seems very dangerous. We might also get afraid. എന്തുകൊണ്ട് കർത്താവ് അത്രയും സീരിയസ് ആയിട്ട് അവരോട് പറയുന്നുണ്ട്? Why does Jesus say this very seriously? കാരണം എന്താണെന്ന് അറിയാമോ? ഇത് വളരെ അർജന്റാണുള്ളത്. മാനസാന്തരപ്പെടാൻ നമ്മൾ എന്ത് ചെയ്ത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. എത്രയും വേഗം ആളുകൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കും, ദൈവരാജ്യത്തിൽ അവർ പങ്കുചേരണമെന്നുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ടാണ് കർത്താവ് പറയുന്നത്. Because Jesus knows that this is very urgent and this is very important that we repent, and that is why he wants us to repent right away. അതുപോലെ തന്നെ അടുത്ത 6 മുതലുള്ള വാക്യങ്ങളിലെ കർത്താവ് ഒരു ഉദാഹരണം അത്തിവൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഒരു അത്തിവൃക്ഷം ഒരു തോട്ടക്കാരൻ എന്ത് ചെയ്തു, അത്തിവൃക്ഷം നട്ടിവെച്ചു. പക്ഷെ അത് എന്ത് ചെയ്തില്ല, 3 വർഷമായിട്ട് നോക്കുന്നുണ്ട്, ഫലം കൊടുക്കുന്നില്ല അത്. So Jesus tells a parable about a fig tree. So a person, he planted a fig tree, it grew for 3 years and there was no fruit. So അതിന്റെ യജമാനൻ വന്നിട്ട് തോട്ടക്കാരനോട് പറയുകയാണ്, ഈ എന്തിനാ വെറുതെ ഈ സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ വെട്ടിക്കളയുക എന്ന് പറയും. So the landlord, the owner of the land, he comes and tells the gardener, why are you wasting space like this with this fig tree which is not giving any fruit? You just cut that down. But നല്ല ആ തോട്ടക്കാരൻ അല്ലെ മനസ്സറിവോടുകൂടി പറയുകയാണ്, യജമാനനെ 1 വർഷം കൂടെ നോക്കാം, 1 വർഷം കൂടി നമുക്ക് നോക്കാം, ഫലം കൊടുക്കുന്നുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വെട്ടിക്കളയാം. Okay, so the gardener says here, please sir, let us give this fig tree 1 more year and see whether it has fruit. If not, I will cut it down. അവിടെ എന്താണ് ആവശ്യം വരുന്നുണ്ട്? കർത്താവ് അവിടെ അല്ലെ അതിനെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും ഒരു ഫലപ്രദമായ ഒരു ജീവിതം,
ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ എടുത്തു പറയുന്നുണ്ട്. So even though it is not very direct, but we can infer from this that God talks that we should have a fruitful life, else we may also be cut down. ഞാൻ ചിന്തിക്കുകയാണ്, ആ യജമാനൻ പിതാവാം ദൈവമായിരിക്കാം, ഈ തോട്ടക്കാരൻ യേശുവായിരിക്കാം. So I am thinking that landlord might be God Almighty and the gardener might be Jesus, ഈ അത്തിവൃക്ഷം നമ്മളായിരിക്കാം. and this fig tree may be us. സോ നമ്മുടെ തോട്ടക്കാരൻ കർത്താവ് പറയുകയാണ്, നമുക്ക് കൊടുത്തിരിക്കുകയാണ് one more year. So we know that we have been given a grace period by our gardener Jesus Christ. Praise the Lord. Praise the Lord. മനസ്സിലാകുന്നുണ്ടോ? Do you understand this? സോ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളെ ദൈവം നിർത്തിയിരിക്കുക അല്ലെ. ഓരോ വർഷം കൂടുന്തോറും ഒരു വർഷം കൂടി നോക്കട്ടെ, ഒരു വർഷം കൂടി നോക്കട്ടെ. So we can understand that God is giving us grace time over grace time over grace time. We are not giving fruit, yet He is giving us more time. സോ ദൈവത്തിന്റെ ആ ഒരു ക്ഷമ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ പറ്റി കർത്താവ് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. So we know that how big a patience Jesus has. നമ്മൾ എത്ര ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം, ഫലപ്രദമായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ കർത്താവ് പറയുന്നുണ്ട് ഈ ഉദാഹരണത്തിലൂടെ. So Jesus is telling how fruitful we should be through this parable. മുന്നിൽ വന്നിരുന്നവരോട് കർത്താവ് അതാണ് പറയുന്നത്, അവർ വളക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. So he is telling this as a warning to people who are listening to him. അത് കഴിഞ്ഞ് അവിടെ ഒരു 18 വർഷം ഇങ്ങനെ നിവരുവാൻ സാധിക്കാത്ത ഒരു സ്ത്രീയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. So there was a lady who was bent and she could not stand up straight, and Jesus heals her. 18 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, കുനിഞ്ഞിരിക്കുക അല്ലെ. അവൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ടില്ല, ആളുകളുടെ എല്ലാവരുടെയും കാൽപാദം മാത്രമാണ് കാണുന്നത്. So this lady for 18 years she was crunching like this. She couldn't see, she can only see the feet of people, and she is very അവരുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. she can't look at the face of people. ബട്ട് യേശു കർത്താവ് അവളെ കണ്ടിട്ട് അവളോട് അവൾക്ക് സൗഖ്യം കൊടുത്തു. But Jesus saw her and gave her healing. അവൾ ക്ഷണത്തിൽ അവൾ നിവർന്നു. At that moment she stood up straight. പക്ഷേ അവിടെ നിന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടുത്തെ പള്ളി പ്രമാണിക്ക് സങ്കടമായി. But the people who were around, especially the priest out there, they were not very satisfied. നിങ്ങൾ എന്തുകൊണ്ടാ ഈ ശാബത്തിലെ വന്നിട്ട് സൗഖ്യമാകുന്നത്? അവളോട്, ആ സ്ത്രീയോട് നിരസപ്പെട്ടു. So then they were making a big noise because Jesus performed this miracle on a Sabbath day, and they are being angry to that lady. കർത്താവ് അവിടെ പോയി പറയുന്നുണ്ട് അല്ലെ, അവര് അല്ലെ ഇത്രയും 18 വർഷമായിട്ട് സാത്താൻ അവളെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു, അവളെ വിടുവിക്കേണ്ടത് നമ്മുടെ കടമയല്ലയോ എന്ന് ചോദിച്ചു. So Jesus is asking them back, for 18 years this lady was under the chains of Satan. Is it not our duty to relieve her of that? അതിലൂടെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് എന്താണ്? ലീഗലിസം അല്ല പ്രധാനം. So Jesus here reveals that it is not legalism that is important. അതല്ല ഇമ്പോർട്ടന്റ് അല്ല അല്ലെ, അതല്ല. നമ്മൾ മെർസി കാണിക്കണം അല്ലെ, നമ്മൾ അവരോട് കരുണ കാണിക്കണം, അവരോട് അല്ലെ അവരെ സ്നേഹിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. Mercy and grace is what is important, and it's not legalism. അങ്ങനെ കുറെ കാര്യങ്ങൾ അതും പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. So we see that again Jesus is rebuking them for a lot of അത് കഴിഞ്ഞ് 18 മുതലുള്ള വാക്യങ്ങളിലെ കർത്താവ് ദൈവരാജ്യത്തിന്റെ ഉയർച്ചയെ പറ്റി പറയുന്നു. So Jesus is talking from verse 18 onwards. Jesus is talking about the growth of the kingdom of heaven. ദൈവരാജ്യം ഒരു ചെറിയ കടുകുമണി പോലെയാണ് അവിടെ കർത്താവ് പറയുന്നുണ്ട്. അത് നിലത്തിട്ട് അത് വളർന്നു വലുതായി അനേകം നിഴൽ കൊടുക്കുകയും അനേകരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കും. Jesus says that the kingdom of heaven is like a mustard seed. If it is planted, it slowly becomes a big tree. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അല്ലെ ദൈവരാജ്യത്തെ പറ്റിയുള്ള പല ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അവസാനമായി അല്ല അവിടെ എന്ത് ചെയ്യുന്നു, ഇടുക്കുവാതിലിനെ പറ്റി പറയുന്നുണ്ട്. Okay, and Jesus is giving a lot of parables about the kingdom of heaven, and at last he says about the narrow gate through which one should get. പക്ഷെ ആ ഇടുക്കുവാതിലൂടെ കടക്കാൻ അനേകർ എന്ത് ചെയ്യുന്നു, പ്രയാസപ്പെടുന്നു. പക്ഷെ ആർക്കും കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. Lot of people try to get into heaven through that narrow gate, but it's very difficult. Nobody can get through. ആർക്കും അതിനകത്തൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? Nobody can get through. എന്തുകൊണ്ട്? എല്ലാവർക്കും അവിടെ ഇരുന്നവരോട് കർത്താവ് പറയും, എല്ലാവരും ആ ഇടുക്കുവാതിലൂടെ കടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ കടക്കാൻ പറ്റുന്നില്ല. Everybody is trying to push through that narrow gate, but they can't. ഉദ്ദേശിച്ച് എന്തായിരിക്കും കർത്താവിന്റെ ആ ചിന്ത? So what is the thinking behind this? മനസാന്തരം അല്ലേ? The reason they are not able to get into this narrow gate is because they have not repented. പലരും അതിലേക്ക് വരുന്നുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് എല്ലാവർക്കും വരാൻ ഇഷ്ടമാണ്. യേശുവിന്റെ സൗഖ്യം ഇഷ്ടമാണ്,
യേശുവിന്റെ വിടുതൽ ഇഷ്ടമാണ്, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് നല്ലതാണ്, അപ്പം അല്ലെ വിധിച്ചു കൊടുക്കുന്നത് അനുഗ്രഹിക്കുന്നത് നല്ലതാണ്, രോഗികൾക്ക് സൗഖ്യമാക്കുന്നത് എല്ലാം നല്ലതാ, ഇഷ്ടമാണ് യേശുവിനെ. People like to come to Jesus because he heals them, he does miracles for them, he feeds them. There is a lot of prosperity. പക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ ആ മാനസാന്തരത്തിലേക്ക് കടന്നു വരാനുള്ളത് പലർക്കും പ്രയാസം. But nobody wants to repent and take the cross and follow Jesus. സോ എപ്പോഴും ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മിലുള്ള ചില പ്രതികരണങ്ങളെ എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നുള്ളതാണ്. So if we have to be saved, if there has to be salvation, it requires a cost from us. അതാണ് അവസാനം ആ അധ്യായത്തിലെ കുറച്ച് ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. So in the end of the chapter we see that some people come to Jesus and said, you just leave this place. കാരണം ഹെരോദാവ് നിന്നെ കൊല്ലാൻ പോകുന്നു. Because King Herod is looking to kill you. നീ അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറയുന്നു. So you just scoot from here at the earliest. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറയുക. So Jesus say, you go and tell that fox, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ പ്രവർത്തിക്കാനുണ്ട്. I will be here today, tomorrow and day after as well. അത് കഴിഞ്ഞ് ഞാൻ തന്നെ നേരെ അങ്ങോട്ട് വരാണ്. And after that I will come and see him directly. ഇത് പോയി അയാളോട് പറയാൻ പറയും. You go and tell this to Herod. എത്ര ധൈര്യമല്ലേ. So Jesus was so bold. കർത്താവ് അതിലൊന്നും വിട്ടു കൊടുക്കത്തില്ല അല്ലേ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പറയാൻ കർത്താവ് ഒരിക്കലും മുഖം നോക്കി പറയുന്ന ആളല്ല. So Jesus was not at all diplomatic. He അങ്ങനെയാണ് was supposed to be said. 13-ാം അധ്യായം അങ്ങനെയാണ് അവസാനിക്കുന്നത്. 14-ാം അധ്യായം തുടങ്ങുന്നത് വളരെ ഒരു മനോഹരമായ രീതിയിലാണ്. So 13 chapter finishes like that, and chapter 14 starts in a very beautiful way. യേശു കർത്താവ് എവിടെ പോയാലും ഡിന്നറിനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും റെഡിയാണ്. So wherever Jesus goes, he is ready to go for dinner or a banquet. എല്ലാ സുവിശേഷങ്ങളും വായിച്ചു നോക്കിക്കേ, എപ്പോ നോക്കിയാലും അല്ലെ കർത്താവ് എവിടെയായിരുന്നാലും ഫുഡിന്റെ സ്ഥലത്ത് അല്ലെ ഭക്ഷണം ഇരിക്കുന്ന സ്ഥലത്താണ്. So we know, if we go through the gospel, we see that Jesus is always, where food is there, Jesus is always. യേശുവിനെ ആളുകൾ വിളിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാ, ഭക്ഷണത്തിൽ ഇരിക്കാനായിട്ട് വാ, ഡിന്നറിന് വാ, അതാണ് വിളിക്കുന്നത്. So Jesus is always being invited by people to come to dinner, lunch, for food. വളരെ യേശു കർത്താവ് അതിലൊക്കെ വളരെ ഇതായിട്ടുള്ളത്. എവിടെയും ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും യേശു കർത്താവ് ഇപ്പോൾ റെഡിയാണ്. Even though he is fasting and all, but Jesus is very positive towards food and sharing food with people. എന്നാൽ അവിടെ പോയിരുന്നാലും അവിടെ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, അവിടെ പോയിരിക്കുമ്പോഴും കർത്താവിന്റെ ചിന്ത മുഴുവനും ഇങ്ങനെയുള്ള കാര്യം തന്റെ കൂടെ വരുന്നവരെ പഠിപ്പിക്കാനും കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആളുകളെ സൗഖ്യമാക്കാനും സമയം കണ്ടെത്തുന്നുണ്ട്. So even though Jesus is going there to eat food, his actual aim here is to talk the gospel to people and to heal them and to talk about repentance and to change their mind. ആ സാഹചര്യങ്ങളെ കർത്താവ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. താൻ എവിടെയാണ് അല്ലെ, നമ്മൾ സാധാരണ എന്ത് ചെയ്യും, എവിടെ പോയാലും ഒരു വിരുന്നിന് പോയാൽ എവിടെയും പോയാൽ ഭക്ഷണം കഴിക്കും, നമ്മൾ തിരിച്ചു വരും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല, എവിടെ പോയാലും അവിടെയും സൗഖ്യം കൊടുക്കാനും അവർക്ക് വിടുതൽ കൊടുക്കാനും ഉപദേശിക്കാനും ഒരിക്കലും കർത്താവ് മറന്നിട്ടില്ല. So wherever Jesus goes to have food, he will always make sure that he will do some healing, he will do some delivery, he will speak the gospel. Unlike us, we just go to some function, we eat the food and we just go. മാത്രമല്ല അവിടെ ഇരിക്കുമ്പോൾ അവിടെയും വീണ്ടും പ്രശ്നമായി. ആദ്യം അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരാൾക്ക് സൗഖ്യം കൊടുത്തു. Okay, so we see that when Jesus went to one of the dinner, he actually delivered somebody there. പക്ഷെ അവിടെയും വിഷയമായി. അവർ പിന്നെയും ഒരു വഴക്ക് പറയാൻ തുടങ്ങി. അല്ലെ ഇതെന്താ അല്ലെ കർത്താവ് ഇങ്ങനെ ഇവിടെ സൗഖ്യം കൊടുക്കുന്നത്, അത് സാബത്ത് ദിവസമായിരുന്നു. So again people start making a noise because Jesus cured this person on a Sabbath day. അവിടെയും കർത്താവ് പറയുന്നുണ്ട്, ശാബത്തല്ല വലുത് അല്ലെ, അതല്ല ഒരു ട്രഡീഷൻ അല്ല അല്ലെ, അതല്ല വലുത്, പക്ഷെ അവിടെ കമ്പാഷൻ ആണ് വലുത് എന്ന് പറഞ്ഞു. So Jesus says that it is not a tradition like Sabbath we should look here, but it is compassion towards such a person. അത് അവരെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും യേശു അവിടെ മറന്നില്ല. So Jesus didn't forget to tell them and to correct them. മാത്രമല്ല അവിടെ കുറച്ച് ആളുകൾ ആ ഒരു ഡിന്നറിന് അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഓടിപ്പോയി ഫ്രണ്ട് സീറ്റിൽ പോയി ഇരിക്കുന്നത് കണ്ടു. Okay, so when we see in this dinner, a lot of people, we see that they are running and going into sitting in the front seat. അത് കണ്ട ഉടനെ യേശു കർത്താവ് അവരെല്ലാം അവരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നമ്മൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. So Jesus saw this and he went to them and told them, we shouldn't be like this. നമ്മൾ താഴ്മയുള്ളവരായിരിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. We should be humble people. ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാന സ്ഥലത്ത് പോയി ഇരിക്കരുത്, നമ്മൾ ഏറ്റവും പുറയിലായിരിക്കണം.
എന്ന് പറയുന്നുണ്ട്. If we are invited, don't go to the main seat and sit there. You just sit behind. ബട്ട് അത് ചർച്ചിലെ ഫ്രണ്ട് സീറ്റ് വന്നിരിക്കണം. But that does not apply to church. So church, you come to the front seat. പക്ഷെ ഡിന്നറിലൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും എന്തിരിക്കണം? ഭക്ഷണം കഴിക്കാനായിട്ട് പുറയിലിരിക്കാം. So when we go for a dinner or something, we should be a little bit more, we should have some more humility and we should sit at the back. സാധാരണ ഇങ്ങനെയുള്ള മീറ്റിംഗ് നമ്മൾ കാണുമ്പോൾ അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞു ചേർസ് ഇടുമ്പോൾ 2 ലൈൻ കുറച്ചിട്ട് ഇടണം പറയും. So yesterday while we are arranging this place, we said that probably we need to cut down 2 lines. ആളുകൾ ഫ്രണ്ടിൽ വന്നിരിക്കാം. So let people come in the front and sit. സരി, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. So I just told this പക്ഷെ on the way. കർത്താവ് അവിടെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യരുത് ആ ഫ്രണ്ടിൽ, കാരണം ചിലപ്പോ അവൻ വിളിച്ചതാ നിന്റെ ഈ വിരുന്നുകാരൻ ആരെങ്കിലും പ്രധാനം വേറെ ആളുകളെ വിളിച്ചിരുന്നെങ്കിൽ, VIPs ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മാറി കൊടുക്കേണ്ടി വരും. So Jesus is saying that if the host, he has called some VIPs to this thing, so he might need to tell you to relocate, move away from there. It may not appear good for you. അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലേ ആ കർത്താവ് ആ സ്ഥലത്ത് നിന്ന് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So we see how Jesus teaches them a lot of things. അതുപോലെ പിന്നെ അവസാനം കർത്താവ് പറയുന്നുണ്ട് അല്ലെ, തൻ്റെ ശിഷ്യൻ തൻ്റെ കൂടെ അവിടെ ഇരുന്നവരോട് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണമെന്നുള്ള കാര്യം. And categorically Jesus says here to his disciples that if you have to follow me, you will have to pay a cost. അവിടെ 3 കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സ്വന്തം ജീവനെ പകയ്ക്കണം. So he says 3 things there. One is that first you will have to be ready to lose your own life. അതെ അല്ലെ, അപ്പനെയോ അമ്മയോ മറ്റുള്ള ആരെയും അല്ലെ എന്നെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. And he says that you should not love anybody, whether it be your father, mother, siblings, anybody more than me. അതെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആദ്യം നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 2 ഉദാഹരണം കൂടി പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ അതിനുള്ള ചെലവ് ചെയ്യാനായിട്ട് വകയുണ്ടോ എന്ന് നോക്കണം, കണക്ക് നോക്കണമെന്നും പറയുന്നുണ്ട്, കോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. So Jesus says that you have to first take a call whether you are ready to pay the cost to follow me. ഒരു ഭവനം പണിയാനായിട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ അതിനുള്ള ചെലവിനുള്ള എത്ര ഉണ്ടാകും, അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം. Before we start to build a house, we need to budget and see whether we have that much of money in our hand. സോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 14-ാം അധ്യായം അവിടെ തീർന്നു. അതിന് അവസാനമായിട്ട് തീർക്കുന്നതിന് മുമ്പേ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ആരായിരിക്കണം? ഉപ്പ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. So that is what now this chapter 14 is ending here. But before ending, Jesus says that we should be the salt of the earth. നമ്മൾ ഈ ഭൂമിക്ക് ഉപ്പാകുന്നു, നമ്മൾ ഉപ്പായിരിക്കുന്ന അല്ലെ, ഉപ്പായിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ രുചിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. So Jesus says that we shouldn't just be like salt, but we should be the salt that adds taste to people's lives. ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ അല്ലെ, ഉപ്പ് ഉണ്ടായിരിക്കും പക്ഷെ ഉപ്പിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. So yeah, the salt may be there, but if the salt doesn't add any taste, there is no point. അത് നമ്മൾ അതിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോയി നമ്മൾ കളയും. If we can't use salt to give taste, we will just throw the salt away. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത്. So the 14th chapter ends by saying, എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആഗ്രഹിക്കുന്നത്? what is Jesus saying here? നമ്മുടെ പൂർണ്ണമായുള്ള ആ സമർപ്പണം, പൂർണ്ണമായി കർത്താവിന് മാത്രം, എല്ലാറ്റിനും ഒരു ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിനായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Jesus says that we should give priority above anything to God. സോ ഇതാണ് ഈ 4 അധ്യായങ്ങളിലെ കർത്താവ് അല്ലെ അവിടെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മുഴുവനും. അതിൽ അല്ലെ ഞാൻ എടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. So these are the main points that is covered in these 4 chapters. സോ ഈ മാത്രമല്ല കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് മുഴുവനും നിങ്ങൾക്കറിയാം അല്ലെ, യേശു കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ആ ഒരു അർത്ഥത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. So we know that whatever Jesus is teaching here, it is all in the context of kingdom of heaven. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മിക്കവാറും എല്ലാ സുവിശേഷങ്ങളും വായിക്കുമ്പോഴും പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷങ്ങളിലെ പല അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So we observe that wherever we read the gospel, we can always come across a mention of kingdom of heaven. ആദ്യം മുതൽ അവസാനം വരെ എവിടെ നോക്കിയാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വർഗരാജ്യത്തെ പറ്റി പറയും, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയെ പറ്റി പറയും, സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കുള്ളതിനെ പറ്റി പറയാറുണ്ട്. So right from the beginning till the end, we might read more and more about the kingdom of heaven. മാത്രമല്ല യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യം തന്നെ എന്തായിരുന്നു അല്ലെ, അവിടെ എന്താ യേശു പറഞ്ഞത്? കർത്താവിന്റെ ആ കർത്താവ് ആ പ്രസംഗം എന്തായിരുന്നു അറിയാമോ? കാലം തികഞ്ഞു,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. So when Jesus started his ministry, he started with a speech saying that the time has come, the kingdom of heaven is near, repent and believe in the gospel. 4 കാര്യം അല്ലേ, 4 കാര്യം ക്ലിയർ ആയിട്ട് കർത്താവ് അതായിരിക്കും. എവിടെ ഏത് കാര്യം പഠിപ്പിച്ചാലും എവിടെയായിരുന്നു നിങ്ങൾ ഈ 4 അധ്യായം ഞാൻ പറഞ്ഞില്ലേ, അത് മുഴുവനും നിങ്ങൾ ഈ വെച്ച് നോക്കിയൊക്കെ അവിടെ യേശു കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്തിരിക്കും. So these 4 things are the crux of any of the gospels. കാലം തികഞ്ഞെന്നുള്ളതിനെ പറ്റി പറയാം, അതിൻ്റെ ഒരു അർജൻസി അല്ലേ അല്ലേ, അതിന്റെ അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. Jesus told that the time has come. It's an urgent thing. ആ ഒരു അർത്ഥത്തിലാണ് ഈ 4 അധ്യായങ്ങളിലും കർത്താവ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നതും. So Jesus speaks in this context. അതുപോലെ തന്നെ മാനസാന്തരപ്പെടാനായിട്ട് പറയുന്നുണ്ട്. He tells us to repent. അല്ലേ, നമ്മൾ അത് കേട്ടു, അത് ഞാൻ പറഞ്ഞു അതിൽ 13-ാം അധ്യായത്തിൽ അല്ലേ, അത് ക്ലിയർ ആയിട്ട് അതാണ് മാനസാന്തരപ്പെടുന്നതിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന കാര്യം ആ അർത്ഥത്തിലായിരിക്കും മുഴുവനും കർത്താവ് പഠിപ്പിക്കുന്നത്. So Jesus talks in the context of these 4 points. ഒരു ദൈവരാജ്യം എങ്ങനെയായിരിക്കും, ദൈവരാജ്യത്തിലായിരിക്കുന്നവർ എങ്ങനെയായിരിക്കണം, അവരുടെ സ്വഭാവം, അവരുടെ രീതി, അവരുടേതായ നേച്ചർ എന്നുള്ളതിനെ പറ്റിയായിരിക്കും കൂടുതലും കർത്താവ് പഠിപ്പിക്കുന്നത്. So Jesus is teaching here how the kingdom of heaven will be, how the people in that kingdom will be, how they have to conduct themselves, all these things. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ലൂക്കോസ് തന്റെ സുവിശേഷം മുഴുവനും ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So if we pay close attention, we can see that the gospel of Luke is actually solely based on the kingdom of heaven. അതെ, നിങ്ങൾ അത് മുഴുവനും വായിച്ചു നോക്കിയാൽ അല്ലെ ഇതിനകത്ത് ഈ വിഷയം തന്നെയായിരിക്കും അല്ലെ, അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരെ നമുക്ക് കാണാൻ സാധിക്കും. അത് so when we read the gospel, we know that step by step Luke is talking about the kingdom of heaven. ഈ 11 മുതൽ 14 വരെ അധ്യായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇത് എങ്ങനെ ദൈവരാജ്യവുമായിട്ട് അത് കണക്ട് ചെയ്തു എന്നുള്ളതും കാണാൻ സാധിക്കാൻ പറ്റും. And in these chapters we can see how everything else is being connected to the kingdom of heaven. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഹെഡിങ്സ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലെ. ഒന്നുകൂടി ഇത് കാണിക്കാം, അതിൻ്റെ ഹെഡിങ്സുകളൊക്കെ നോക്കിക്കേ. അതാണ് നിങ്ങൾ ചിന്തിച്ച് കാണും എന്തുകൊണ്ട് ഞാനത് ആദ്യം ഒന്നാമത്തത് ഫസ്റ്റ് കിങ്ഡം ബിഗിൻ വിത്ത് പ്രയർ അല്ലേ, അതാ ഞാൻ ആ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ച് കാണും അല്ലെ. ഈ ദൈവരാജ്യം തുടങ്ങുന്നത് 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയിലൂടെയാണ് തുടങ്ങുന്നത് അല്ലേ. അവിടെ പറയുന്നത് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചു. അവിടെ യോഹന്നാൻ പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചു. Okay, so chapter 11 starts with the disciples asking Jesus how to pray, and Jesus is teaching them how to pray. പ്രാർത്ഥനയുടെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തുടങ്ങുന്നത്. So Jesus is telling about the importance of prayer and he starting. കർത്താവിന്റെ രാജ്യത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കണം. So in the kingdom of heaven all of us should pay importance to prayer. ആ പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം എന്തായിരുന്നു? എന്തുകൊണ്ട് കർത്താവിനോട് അവർ ഒന്ന് ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, വേറൊരു കാര്യം ചോദിച്ചില്ല. അത്ഭുതം ചെയ്യാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൗഖ്യമാക്കുന്നത് പോലെ പഠിപ്പിച്ചു തരണമേ എന്ന് ചോദിച്ചില്ല. എല്ലാവരെയും യേശു സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്കും സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തരണമേ എന്ന് ചോദിച്ചു. So why did the disciples ask him teach us how to pray? എന്തുകൊണ്ട് കർത്താവിനോട് അവർ ചോദിക്കാൻ കാരണം യേശുവിന്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായിരുന്നുള്ളതല്ല. മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ, യഹൂദന്മാരോട് പ്രത്യേകം പറയണ്ട, പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ അതുപോലെ പ്രാർത്ഥിക്കുന്നവരാ. So the disciples, they notice that the way Jesus prays, it's quite different from how other Jews pray. അല്ലെ ഞാൻ പറയും, ഇവർക്ക് യഹൂദന്മാർ പ്രത്യേകിച്ച് എപ്പോഴും പ്രാർത്ഥന, രാവിലെ ഉച്ചയ്ക്ക് രാത്രി 5 നേരം 8 നേരം ഇഷ്ടം പോലെ പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. എന്നാൽ യേശുവിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം. Yeah, the Jews have a lot of prayer, they pray a lot of time, but in spite of that the disciples asked Jesus how should we pray. എന്തായിരുന്നു യേശുവും മറ്റുള്ള തമ്മിലുള്ള പ്രാർത്ഥന? എന്തായിരുന്നു യഹൂദന്മാർ അവർ പാരമ്പര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നിന്നും യേശു ഇന്ന് പ്രാർത്ഥിക്കുന്നതിനും കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. The reason being that the traditional prayers spoken by the Jews is very different from the prayer that Jesus is praying. എന്തായിരുന്നു വ്യത്യാസം? What is the difference? എന്തായിരുന്നു വ്യത്യാസം? What is the difference? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Can anybody tell? ഒറ്റ ഒരു വാക്ക് മാത്രം. യേശു ആരംഭിക്കുന്നത് പിതാവേ, അങ്ങനെയായിരുന്നു.
So the biggest difference is that Jesus starts his prayer by calling out Abba Father. നോക്കിക്കേ അല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? So I am asking you, have we prayed starting Abba Father? ദൈവ അല്ലെ അബ്ബ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, The prayer where we call our Lord Abba. അതുവരെ അവർ ആരും പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തെ ഒരു അപ്പനായിട്ട് കാണുന്ന ഒരു മനോഭാവം അവർക്കില്ലായിരുന്നു. Till that time, no Jew had prayed like that. Nobody even envisaged God as a father figure. ഇത് യേശു പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം അവർ മനസ്സിലാക്കി. So when Jesus started to pray, they saw this as a different thing. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. So now we pray saying, "Oh, our heavenly Father." ബട്ട് ഞാൻ പറയാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനാണ്, എന്റെ പിതാവനുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി, ആ ഒരു എന്താ പറയുന്നത് അല്ലേ, ആറ്റിറ്റ്യൂഡോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? But can we just actually envisage God as our own Father, and can we pray in that attitude of sonship? സോ സ്വർഗരാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥന. അവിടെ പറയുന്നുണ്ട്, ദൈവമേ അല്ലേ, നിന്റെ നാമം, അവിടെ പറയുന്നുണ്ട് നാമം മഹത്വപ്പെടണം, നിന്റെ രാജ്യം വരണം. So in this prayer, Lord says that let your name be glorified, let your kingdom come. അവിടെ വന്നു അല്ലേ, കിങ്ഡം എന്നുള്ളത് അവിടെ വന്നു അല്ലേ. So the kingdom is featuring here also. എവിടെ വേണമെങ്കിലും കർത്താവ് അതിന് തന്നെയായിരിക്കും. ഇവിടെ പ്രാർത്ഥിക്കുക, നിന്റെ രാജ്യം വരണമേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവരോട്. So Jesus is teaching the disciples that you have to pray for the kingdom to come. സോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവരാജ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അബ്ബ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട. So the prayer is important. We should pray in the context of the kingdom of heaven. And അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിന് ഞാൻ കൊടുത്തത് അവിടെ സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ ഞാൻ പറയുന്നു, കിങ്ഡം റിക്വയർസ് ന്യൂ പെർസ്പെക്റ്റീവ് അല്ലേ, കിട്ടിയില്ലേ? അതിന് ഞാൻ അങ്ങനെയായിരുന്നു ഹെഡിങ് കൊടുത്തത് അല്ലേ. ഈ ദൈവരാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് ഒരു പുതിയ പുതിയ കാഴ്ചപ്പാടുകളാണ്. Okay, the kingdom requires a new perspective. So what the heavenly kingdom requires is not what is old, but it's a new perspective, it's a new paradigm. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ അവരുടെ ഈ കാപട്യം അല്ലെ, അവരുടെ ആ കപടഭക്തിക്കെതിരായിട്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട്. So Jesus talks out strongly against the hypocrisy of the Jews. നമ്മൾ മറ്റു അവരൊക്കെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. So he tells the people, please don't fear. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്നുണ്ട്. Don't be anxious about anything. എല്ലാറ്റിനെതിരായിട്ടല്ല നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിച്ചോളണം എന്ന് പറയുന്നുണ്ട്. Take care and guard your heart against all problems. ഇതെല്ലാം പറയുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ് അറിയാമോ? ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡാ പറയുന്നത് കർത്താവ്. നമ്മൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. നമ്മൾ വഴക്ക് പറയുന്നത്, കുറ്റം പറയുന്നത്, ഇതെല്ലാം ആ ഒരു അർത്ഥത്തിലാണുള്ളത് നമ്മൾ മനസ്സിലാക്കണം. So all these things God says in the context of the heavenly kingdom. അടുത്ത മൂന്നാമത്തേതോട്ട് വരുമ്പോൾ അവിടെയും നമ്മൾ അത് കാണുന്നുണ്ട് അല്ലേ, കിങ്ഡം ഡിമാൻഡ് റിപ്പന്റൻസ്. So we see when we come down, we see again that to be in the kingdom, repentance is demanded. ഇത് വളരെ അർജന്റ് ആണുള്ളതാണ്. It's very urgent, it's very important. ഈ മാനസാന്തരപ്പെടുകയാണത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവമല്ല. Repentance is not a one time activity. 6 മാസത്തോ ഒരു വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു സംഭവമല്ല. It's not something you perform every 1 year. ഡെയിലി എപ്പോഴും ഏത് സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വിഷയം. It is something that has to be done 24/7. ഈ മാനസാന്തരം എന്ന് പറയുന്നത് എന്തുവാ നമുക്കറിയാം അല്ലേ, എങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ്ലി ഫുൾ നമ്മുടെ ഡയറക്ഷൻ തിരിയുന്നതാണ് അത് നമ്മൾ കാണിക്കുന്നത്. Repentance is actually, if you are going in a wrong path, it is turning around and going back to the right path. സോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് മുഴുവനായിട്ട് നമ്മുടെ പാപത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായി പിന്തിരിയണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. So it is very important that we should repent from all our sins. അതുപോലെ അവിടെ നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ കൃപയുള്ളവരായിരിക്കണമെന്നതിനെ പറ്റി അവർ പറയുന്നുണ്ട് ദൈവരാജ്യത്തിൽ. And we should in the kingdom of God, we should be people with grace. അതുപോലെ നമ്മൾ ഫലപ്രദമുള്ളവരായിരിക്കണം എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. We should be people who are fruitful. അതിന്റെ 14 അധ്യായത്തിലോട്ട് വരുമ്പോൾ അല്ലെ, അവിടെയും അത് തന്നെയാണ് പറയുന്നത് അല്ലെ, ആ ദൈവരാജ്യം എന്ന് പറയുന്നത് അതിന് നമ്മളൊരു വില കൊടുക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. So for the kingdom of heaven, we should be ready to pay a price. ഞാൻ പറഞ്ഞ അതല്ലേ, അവിടെ ശിഷ്യനായിരിക്കാനായിട്ട്
നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഒരു വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു 14 അധ്യായം നമ്മൾ വായിച്ചപ്പോൾ. Yeah, in 14th chapter we see that to be a disciple in the kingdom of heaven we need to pay a cost. ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് മാത്രമാണ് ഫ്രീ. Only the entrance to kingdom of heaven is free. ബട്ട് ബാക്കി എല്ലാറ്റിനും ചെലവുണ്ട്. But the rest of the things we have to pay a cost. അടുത്തുള്ളവരോട് കൊണ്ട് പറയാമോ? കൈ കൊടുത്ത് വെച്ച് പറ. Okay, can you tell ശരിക്കും your അവരോട് neighbor? കൈ കുലുക്കി വെച്ചുകൊണ്ട് പറ, ദൈവരാജ്യത്തിൽ എല്ലാം ഫ്രീ ആണ് അല്ലെ? അങ്ങനെയല്ല, എൻട്രൻസ് ഫ്രീയാ. Yeah, entrance is free in the kingdom of God. ബട്ട് നമുക്ക് ചില കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട്. But we still need to pay a cost. യേശുവിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് വന്ന് ഇരിക്കാൻ, വന്നു പോകാൻ, ദൈവരാജ്യത്തിൽ വന്നിട്ട് പോകാനായിട്ട് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. So to go into the kingdom of heaven we don't need to pay the price. ബട്ട് യേശുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് വില കൊടുത്തേ പറ്റും. But to be a disciple of Christ we need to pay a cost. അത് വളരെ പ്രധാനപ്പെട്ടത് അല്ലേ? അതിന് നമ്മൾ തയ്യാറാണുള്ളതും കൂടി നോക്കണം. So that is very important and we should take a call whether are we ready for that. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നിർത്താൻ പോവാം. So I'll ask you one thing and then I'll stop. വില കൊടുക്കാൻ തയ്യാറാണോ? Are you ready to pay the price? ആരെങ്കിലും റെഡി ചെയ്യാനുള്ളത് കറമുയർത്താമോ? എന്താണ് അതിന്റെ Can you വില? lift up your hands if you are ready? എന്തായിരിക്കും വില? What is the cost? അതറിയാനല്ലോ വില കൊടുക്കാനായിട്ട്. പണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെഡിയാ, വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ? എന്തായിരിക്കും? We may be ready to pay money for that, but is it the cost? എന്താണ് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ, യേശുവിനെ ഫോളോ ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട വില? What would be the cost we need to pay to be a disciple of Christ? നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊടുക്കാം. Whatever you have to give that. എന്തെല്ലാം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ്? നിങ്ങളുടെ ടൈം അല്ലെ, നിങ്ങളുടെ സ്ഥലം അല്ലെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെ, നിങ്ങൾക്കുള്ളത് എല്ലാം, നിങ്ങളുടെ ഭാവി എല്ലാം കൊടുക്കാം. So whatever you have, your time, your future, your belongings, even your life, you have to give. എന്ത് കൊടുത്താലും കർത്താവിന് സന്തോഷമാണ്. Whatever you give, God will be happy. ഹല്ലേലൂയ. Hallelujah. സോ നമുക്ക് ഇവിടെ നിന്ന് നിർത്താൻ പോവാം. ഞാൻ അതിന് അതിന്റെ അടുത്ത സ്ലൈഡ് നെക്സ്റ്റ് അല്ലെ, അവിടെ കർത്താവ് പറഞ്ഞ് നിർത്തിയത് എങ്ങനെയാ? നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഉപ്പായിരിക്കണം. ഉപ്പ് മാത്രമല്ല, അതിൻ്റെതായ അല്ലെ, അതിൻ്റെ ടേസ്റ്റും കൂടി ഉള്ളവരായിരിക്കണം എന്നുള്ളതിനെ പറ്റി അവിടെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിർത്തുന്നത് അല്ലേ. അടുത്തത് ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ അല്ലെ. ഞാനത് പറഞ്ഞത് അല്ലേ, 11-ാം അധ്യായത്തിൽ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. 12-ാം അധ്യായത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ അല്ലേ, ഈ ഹിപ്പോക്രസി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. 13-ാം അധ്യായം മാനസാന്തരപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. 14-ലെ നമ്മളുടെ ടോട്ടൽ കമ്മിറ്റ്മെന്റ്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സമർപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. So I'll just recap what we learned here. Luke 11 teaches us about prayer. Luke 12 teaches us that we need to have a new perspective spiritually. Luke 13 teaches us to repent properly, and Luke 14 teaches us to surrender wholeheartedly to God. Next one. So ഇതാണ് നമുക്കുള്ള ചാലഞ്ച്. ഇവിടെ നമുക്ക് അല്ലേ, നമ്മൾ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൽ യാതൊരു കുറവില്ല. നമ്മുടെ പിതാവിനെ പറയുന്നതിനാ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, മുട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുകയാണോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുകയാണോ? So this is the final challenge we have. One of the challenges is, are we really praying wholeheartedly or are we putting up a performance? ഈ ചില ചോദ്യങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ചിന്തിക്കാനായിട്ട്, നിങ്ങളെ ഒന്നുകൂടി ഒരു ശക്തീകരിക്കാനായിട്ട്, എൻകറേജ് ചെയ്യാൻ. So I put down a few more questions here just to challenge you and just to encourage you. റിപ്പന്റ് ചെയ്യാൻ നമുക്ക് തയ്യാറാണോ? ഇത് അർജന്റ് ആണ് അല്ലെ, അത് സീരിയസ് ആണ്, അത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ളതല്ല. Are you ready to repent now or are you looking forward to postpone it? Because it's very urgent and important. അതുപോലെ യേശുവിനെ ഫോളോ ചെയ്യാനുള്ളതും വളരെ അതിനുള്ള ഒരു പോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുകയോ ചുമ്മാ ജസ്റ്റ് ഫോളോ ചെയ്യുകയോ. കാരണം യേശുവിനെ അങ്ങനെ ഒരു കൂട്ടം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിലും അവർ യേശു എന്താണ് പെർഫോം ചെയ്യുന്നത് അത് കാണാൻ വന്നവരാണ് അല്ലേ. യേശു തന്നെ പറഞ്ഞു, ഇന്നലെ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് ഈ കൂട്ടം എല്ലാം എൻ്റെ പുറകെ വരുന്നതെന്ന് പറയും, വഴക്ക് പറഞ്ഞു അല്ലെ, അവർ ദേഷ്യപ്പെട്ടു. So are you willing to follow Jesus as a disciple, or are you just coming here to attend and just partake in some of the miracles and just go home? Okay, one more closing. Yeah, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമയം ഇച്ചിരി കൂടുതലായി പോയി, ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ടാണ്. താങ്ക് യു. So we'll just pray and end the message.
Thank you, Muthu. Thank you so much. So, kingdom of God begins with Prayer. prayer, okay? And kingdom of God changes our perspective. It's new perspective, okay? And kingdom of God demands repentance. We have to understand what this new perspective is. And kingdom of God is surrender, okay? And in the midst of all this, there was a banquet, isn't it? The master, the king, throws a banquet and he invites. He says, go, call everybody. And Muthu said that what? Entry into the kingdom is free. Okay? So, this is the banquet that the Father has thrown for us to enter into the kingdom. Okay? And he said, have you read that? He says, no. The feast has been prepared. Everything has been made ready. Just go. Go into every street corner and call them. Call them. Okay? And invite them. And people are giving excuses. No, I just bought this. I had to do this. I had to do this. Then it says, many are invited. Okay? But they have not come. So now, the same banquet which in Luke chapter 14 we saw. Okay. Now, there is a same parable of the banquet is given in Matthew. Okay. So, let's look at Matthew chapter 22. There also he throws a banquet. Okay. And Matthew 22 verse 8 onwards I'll read. Okay. Then he said to his servants, the wedding banquet is ready, but those I invited did not deserve to come. So go to the street corners and invite to the banquet anyone you find. So the servants went out into the streets and gathered all the people they could find, the bad as well as the good. And the wedding hall was filled with guests. Okay. That is an invitation to enter into the kingdom. And remember, entering into the kingdom is what? Surrender. This changes our perspective. The perspective, the world generally thinks, who is in command? The devil is in charge. But Jesus has come, the whole ministry of Jesus is about the kingdom of God. He said the kingdom of God is near. Okay? And this table reminds us that the kingdom of God has been inaugurated. Okay? The devil has been dethroned. When Jesus' body was broken on the cross, Jesus said, this is my body which is broken for you. In the same way, he took the cup and he said, this is my blood which is shed for the forgiveness of your sins. So because of the forgiveness of sins which we receive through the blood of Jesus, the devil is not in charge of our lives. You and I get to be part of his kingdom. Okay? And that is the new perspective. We must have this perspective that we are living in Jesus' kingdom. We don't have to be under the reign of the devil. So, our repentance is, let's change our mindset. Let's change our thinking. We don't have to live the way the world lives. Because the world is living under the reign of the devil. That is the only way they know. But you and I know the truth. The truth is, Jesus is the king. And you and I can make him the king. Why? Because of this sacrifice that was made on that cross. This bread and this juice, it reminds us about what Jesus did. So now, as we come to the table, let's come with that attitude, saying, Jesus, thank you. Thank you for doing this. Thank you for this invitation. So, I want to come, be part of your kingdom. I don't want to live the way the world is living, and I want to be channels of your
grace and mercy. Okay. So, and in the same chapter, he says, but when the king came, all the guests have come, people have taken the invitation, and he sees the guests. He noticed a man there who was not wearing wedding clothes. Where from were all these people invited? Street corners. And they invited, they came, and now the king is asking, how dare you come? You're not wearing wedding clothes. Doesn't it look strange? He asked, how did you get in here without wedding clothes, friend? The man was speechless. See, our invitation comes with the wedding clothes. Our robe of righteousness is not our works. It is His robe of righteousness. So let's come to the table accepting His sacrifice on that cross. The great exchange that took place on that cross, our sins were taken by Him, and His righteousness has come to us. So let's come with that, saying, Lord, I want to lay down my sins at your cross. I just want to confess that I'm not coming by my own merit. I'm coming only by your sacrifice. Let's put on that robe of righteousness and come partake of this. When we partake of this, we are reminding ourselves who the King is, and we are declaring, Jesus, you're not only my Savior, you are my King. That means I am surrendering to you. These are not just words that we are speaking. This should be the attitude of our hearts. And then we will be following Him as His disciples and not just participating in Sunday worship. Okay? So as the worship team takes us through this song, let's just reflect on this. Thank God for Jesus who brought His kingdom, and He throws His kingdom open to us. So let's really take away our complete whole mindset. We don't belong to this world. We live in this world, but we don't have to live like the world because we have a King, the King of Kings and the Lord of Lords, who gave His life on that cross and invited us to be part of His kingdom. Let's come in surrender, thanking and praising God. Father, we thank you. Thank you how much you love us, Lord, that you did not leave us in that lost state that we were in. You redeemed us. You redeemed us by giving up your own Son, Lord, who came and taught us about your kingdom, demonstrated your kingdom, and inaugurated your kingdom on that cross, which this table reminds us of. And you're throwing this banquet open for all of us to come partake of this. And you've also given us the robe of righteousness, which enables us to come into your holy presence. It's not our works that qualify us. It is your love and grace that qualifies us. So as we partake of this venue of faith, Lord, and draw us into that intimate relationship with you, so that our prayers will be like Abba, Father. Our prayers will not be a distant prayers, but Lord, we'll come to you saying, Father, and just ask whatever, Lord, you put in our hearts for your kingdom to come, for your reign to be established. Not only in our lives, in every aspect where you put us in the area of influence. Let your kingdom come, let your will be done. In Jesus' name, amen. So there's a table here, there's a table there, and if you know what this table represents and you have made that commitment to follow Jesus, this is a time for us to come, really renew that covenant, resurrender, saying, God, we want to
follow you every step of the way, and thank you. With that gratitude, pray for one another and partake with this. Church, as we come this morning into God's presence, there's also an aspect of sowing into the future. The kingdom of God, when Jesus came, he said, the kingdom of God is here, the presence of Jesus. And he calls us to really take this mission forward. He commissions us and tells us to make disciples of nations, teaching them about what he has just shared, to pray and give a new perspective, to really surrender our lives. And therefore, we have this call that we are able to build communities, not just in Kochi, but even beyond. And this is a vision that God has given us, that we are to invest in God's kingdom in the future. Lay up for yourselves not treasures on earth, but treasures in heaven. And this is the way that we lay up treasures in heaven, so that we can partner with God and build up God's kingdom. So let's sow and offer ourselves and offer what God has given us as the Lord leads you for the kingdom of God and the building of kingdom of God. So sowing is where we're looking at church building, to be able to share with those who are in need, to help in education and building up schools. So sowing is about taking the kingdom of God ahead as God has called us to. So as the Lord leads you, there are envelopes also that are available. If you have cash, you can put that, and there's a QR code, and you can offer your part for the global missions that we are giving as toward God's kingdom. So as we continue to worship God this morning, let's ask God as to how God is really moving in us and through us to build God's kingdom. Shall we close in prayer? As the bags come by, you can, and the envelopes are there available for those who want to put cash in the envelope. Yeah. Shall we pray? Lord, our Heavenly Father, we are so grateful for this wonderful morning. Thank you, Lord, for your teaching that gives us a new perspective. For the privilege, Lord, that of calling you Abba Father and coming and praying to you. Help us, Lord, to be oriented, Lord, towards your kingdom. Sometimes, Lord, through our own greed, Lord, we are looking to build our own castles. But Lord, we are really called to build the kingdom of God. Help us to know what a privilege it is, Lord, to be standing with you and to be called co-heirs with Christ. That this is our portion. That, Lord, we have when we ask you, Lord, that nations will be given to us as our inheritance. And I pray, Father, that, Lord, we would not store up for ourselves treasures on earth, but, Lord, that we would have our treasure in heaven. For where our heart is, there our treasure will be also. I pray, Father, that, Lord, you would really help us, Lord, to move and to be able to serve you wholeheartedly. I pray, Father, that, Lord, the warnings that have been heard, Lord, today, help us to take it to heart, knowing, Lord, that there's an urgency to be able to serve. Thank you, Lord, for your presence this morning. Thank you, Lord, that you're calling us to surrender ourselves. And as we go through this week, I pray, Father, that, Lord, we would find opportunities to serve you and serve others, Lord. Now unto him who is able to keep us from falling and is able to present us faultless before the throne of God. We give praise and honor and offer our worship to him. The love of the Father, the grace of our Lord Jesus Christ, and the fellowship of the Holy Spirit be with us and in the days to come. In Jesus' name, amen.